ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പം തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പേർക്കും ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ബൗളിന് 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കപ്പിൽ തന്നെ അരിപ്പൊടി 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് കടലമാവിന് 1 കപ്പ് അരിപ്പൊടി. അതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളറുള്ള മുളക് പൊടിയാകുമ്പോൾ നല്ല കളർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ചേർക്കുന്ന കായപ്പൊടിയുടെ അളവ് കൂടി പോകരുത്. കൂടിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കയ്പ്പ് തോന്നും. അതുപോലെ കുറയാനും പാടില്ല, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അധികമായിട്ട് നല്ലതായിട്ട് കിട്ടത്തില്ല. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അതൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം എടുത്ത് ആദ്യമേ ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് 1 കപ്പ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എണ്ണ കൂടി ചേർത്ത് കുഴയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിക്സ്ചർ വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഏതിൽ വേണോ ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഇനി ഞാനിവിടെ സേവനാഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ ചെറിയ ഹോളുള്ള ചില്ലല്ല എടുത്തിരിക്കുന്നത്. അല്പം കൂടി അതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ള ചില്ലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തീരെ ചെറിയ ചില്ലെടുക്കരുത്, എങ്കിലത് നല്ലതായിട്ട് കിട്ടത്തില്ല. ഒരുപാടങ്ങ് പെട്ടെന്നത് പൊടിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ അത് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിപ്പത്തിലുള്ള വട്ടത്തിലുള്ള പാനാണ് എടുത്തിരിക്കുന്നത്. അതിൽ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുമ്പോൾ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പരന്ന പാനാണ് നല്ലത്. എങ്കിൽ നമുക്കിതുപോലെ നല്ല റൗണ്ടിന് പരത്തി എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് ഇത് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടുത്ത് തന്നെ നിന്ന് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് വിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബൗൾസൊക്കെ ഒന്ന് അണഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ ഇടുകയാണെന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് താത്ത് കൊടുത്താൽ മതിയാകും. അത് നന്നായിട്ട് തന്നെ അത് മുങ്ങിയിട്ട് ഫ്രൈ ആയി കിട്ടും. ഞാനിതിപ്പോൾ അധികം എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. കണ്ടില്ലേ, അതിൻ്റെ ആ ബൗൾസൊക്കെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് പേപ്പർ പാടില്ല. അപ്പോൾ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അത് ബട്ടർ പേപ്പർ ആണെങ്കിലും മതി. ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക. അപ്പോൾ അതിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഈ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ മിക്സ്ചർ സ്ഥിരമായിട്ടൊക്കെ തയ്യാറാക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പറൊന്നും ഉപയോഗിക്കരുത്, ടിഷ്യൂ പേപ്പർ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ അത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള ബൂന്തി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉപയോഗിച്ചത് ഇപ്പോൾ ചേർക്കുന്നതും വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെയുള്ള പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, അതാണ്. അല്ലെങ്കിൽ വീട്ടിലുള്ള വറുത്ത അരിപ്പൊടി എടുത്താലും മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കായം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ സേവനെടുത്ത അതേ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്, അളവ് കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് 2 കപ്പ് അളവൊക്കെ എടുത്തിട്ടുണ്ട്. അത്രയും അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. 1/2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരു അല്പം ലൂസായിട്ടാണ് കുഴക്കേണ്ടത്. പക്ഷേ ഒരുപാട് ലൂസായി പോകരുത്, എങ്കിൽ ബോളായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അല്പം കട്ടിയായിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്.
അപ്പോൾ വിസ്ക് ഉപയോഗിച്ച് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്കത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം അത് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ മാവ് ഞാനിവിടെ ബൂന്തിയുടെ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു കണ്ണാപ്പ തവി വേണം. പിന്നെ എണ്ണ ഞാനിവിടെ കുറച്ചുകൂടെ ചെറിയൊരു പാത്രത്തിലേക്ക് എണ്ണ മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണ തന്നെയാണ് കേട്ടോ, നമ്മൾ ആദ്യം തയ്യാറാക്കിയ അതേ എണ്ണ തന്നെയാണ്. അതിലേക്ക് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം ഇടുമ്പോൾ അത് അടിയിൽ പോയി പതിഞ്ഞിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വട്ടത്തിലുള്ള ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ ബോൾ ഷേപ്പിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എണ്ണ നല്ല ചൂടായി കിടക്കുമ്പോൾ മാത്രം ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണയിൽ ഇടുന്ന സമയം തന്നെ അത് നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി മുകളിലേക്ക് വരും. ഇത് കണ്ടില്ലേ, ആദ്യം ഇട്ടപ്പോൾ എണ്ണ അധികം ചൂടായിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത് അടിയിൽ പോയി പതിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പതിഞ്ഞിരുന്നത് ആ ഒരു ഷേപ്പിലേക്ക് ഇട്ടത്തുള്ളൂ കേട്ടോ. അതേസമയം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിത് ഒഴിക്കുന്ന സമയം തന്നെ അത് നന്നായിട്ട് തന്നെ പൊരിഞ്ഞ് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല ബോൾ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് ഇത് ഇട്ട് കൊടുത്തത്. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അത് മുകളിലേക്ക് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇട്ടപ്പോൾ അത് അടിയിൽ പോയി അത് ഒട്ടി കിടന്നിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. കണ്ടില്ലേ, രണ്ടാമതൊക്കെ തയ്യാറാക്കിയത് നല്ല ബോൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൂന്തിയും റെഡി ആയിട്ടുണ്ട്, സേവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ടത് അതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇഷ്ടമുള്ളവർക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഈ പൊട്ടുകടല ഫ്രൈ ചെയ്യാനോ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. നമ്മൾ ഇട്ട വഴിക്ക് തന്നെ അത് പെട്ടെന്ന് തന്നെ ഒന്ന് കളറായി വരും, പെട്ടെന്നൊരു ബ്രൗൺ കളർ പോലെ ആവും, ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരും. ആ സമയം തന്നെ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് കടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കരുത് ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കടലയും ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കടലയും എല്ലാം ഫ്രൈ ചെയ്യുന്നതെല്ലാം നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആ എണ്ണയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിനെ കടലയെന്ന് പേര് പറയാറുണ്ട്, ചിലയിടത്ത് കപ്പലണ്ടി എന്നും പറയാറുണ്ട്. അപ്പോൾ അത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടുകടല തയ്യാറാക്കിയെടുക്കാൻ കുറച്ചുകൂടെ ടൈം എടുക്കും കേട്ടോ, കുറച്ചും കൂടെ ഒന്ന് ടൈം എടുത്ത് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് എണ്ണയിൽ തന്നെ ഞാനിവിടെ കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ സേവും ബൂന്തി തയ്യാറാക്കാൻ മാത്രം ഒരല്പം ടൈം എടുക്കും, ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് വേറെ മായമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മിക്സ്ചർ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ടിന്നിലിട്ട് വെച്ചിരുന്ന കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ടും എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന മിക്ക സാധനങ്ങളും ഇപ്പോൾ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ പാനിൽ കുറച്ച് എണ്ണ ഒന്ന് മാറ്റിയിട്ടുണ്ട്, 1-2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചതച്ച വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ള എണ്ണയിൽ മൊത്തത്തിൽ ഇതിടാത്തത് അതിൻ്റെ ആ ഒരു എണ്ണയിൽ മൊത്തത്തിൽ ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാനിലേക്ക് മാറ്റിയത്. ഇതാദ്യം സേവൊക്കെ തയ്യാറാക്കി അതേ പാൻ തന്നെയാണ്, അതിലിട്ട് നമുക്ക് ഈ മുളകും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് നമ്മൾ മിക്സ്ചറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വെളുത്തുള്ളി. അപ്പോൾ അത് മസ്റ്റായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വെളുത്തുള്ളി ഒഴിവാക്കരുത്. വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഈ സേവ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. ഒരുപാട് അങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ബാക്കിയുള്ള ചേരുവകളൊക്കെ കൊടുത്തൊന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ബൂന്തി കൂടി ചേർക്കാം. കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കടലയും പൊട്ടുകടലയും കപ്പലണ്ടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയും കുറച്ച് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഇതിലേക്ക് അല്പം എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കായത്തിൻ്റെ പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. അത് ലാസ്റ്റിൽ ആ ഒരു മണവും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. നിങ്ങൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നെ കഴിച്ച് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് ഇരിക്കും തോറും ഉപ്പിൻ്റെ ആ ഒരു ഇത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഒരല്പം ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.